ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ആരോഗ്യവകുപ്പിലെ ജീവനക്കാർക്കെതിരെ നടപടി. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയ 373 ജീവനക്കാർക്കെതിരെയാണ് ആരോഗ്യവകുപ്പിന്റെ നടപടി. 18% പിഴ പലിശ സഹിതം ഇവരിൽ നിന്ന് ഈടാക്കും. ക്രമക്കേട് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയും സ്വീകരിക്കും. വിനോദ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഏതു തരത്തിലുള്ള നടപടിക്കാണ് ഇപ്പോൾ അധികൃതർ ഒരുങ്ങുന്നത്? എന്തൊക്കെയാണ് നടപടി? വിശദാംശം. ഭവ്യ, കേരളത്തിൽ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ ക്ഷേമ പെൻഷനുകൾ, ആ ഒരു തട്ടിപ്പ് എന്നത്. അത് സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അങ്ങനെ വിരമിച്ച ആളുകളെല്ലാം തന്നെ ഈ തരത്തിൽ അനധികൃതമായി പണം കൈപ്പറ്റി എന്ന കാര്യം നേരത്തെ കണ്ടെത്തിയിരുന്നു. ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിലാണ് 373 പേരുടെ പട്ടിക പേര് സഹിതമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ അറ്റൻഡർമാരും ക്ലർക്കുമാരും ഉൾപ്പെടെയുണ്ട്. 18% പിഴപ്പലിശ കൂടി ചേർത്ത് ഇവരിൽ നിന്ന് തുക തിരിച്ചു പിടിക്കാനാണ് ആലോചിക്കുന്നത്. ഇതിപ്പോൾ നടപടി സ്വീകരിക്കുന്ന മൂന്നാമത്തെ വകുപ്പാണ്. മണ്ണ് സംരക്ഷണ വകുപ്പ് നേരത്തെ നടപടി സ്വീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പൊതുഭരണ വകുപ്പ്. മണ്ണ് സംരക്ഷണ വകുപ്പിൽ 6 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. പൊതുഭരണ വകുപ്പിൽ 6 പേരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമെടുത്തിരുന്നെങ്കിലും ഇവരിൽ നിന്ന് ഈ പണം തിരികെ പിടിച്ച ശേഷം, പലിശ സഹിതം പണം തിരികെ പിടിച്ച ശേഷം നടപടിയിലേക്ക് പോകാം എന്ന ഒരു തീരുമാനത്തിലാണ്. ആരോഗ്യവകുപ്പിലും നടപടികൾ ഉണ്ടാകും. വിദ്യാഭ്യാസ വകുപ്പിലും ഈ തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ പട്ടിക നേരത്തെ ധനവകുപ്പ് പുറത്തുവിട്ടിരുന്നു. 1458 പേരാണ് ഇങ്ങനെ അനധികൃതമായി പണം കൈപ്പറ്റിയത്. ഭവ്യ, വിനോദാണ് വിവരങ്ങൾ നൽകിയത്.